ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദാക്കീസ് നെസ്റ്റ്. നെയ്ച്ചോറിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ടിക്ക മസാലയുടെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ഒരു ചിക്കൻ ടിക്ക മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 500 ഗ്രാം ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കി അതിലെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും 2 ടീസ്പൂൺ അധികം പുളിയില്ലാത്ത തൈരും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, 1 ടീസ്പൂണ് ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ചിക്കൻ ഇവിടെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിന് 2 മണിക്കൂറെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഞാനിവിടെ 2 മണിക്കൂർ റെഫ്രിജറേറ്ററിൽ വെച്ചിട്ടുള്ള ചിക്കനാണിത്. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഒരു ചിക്കൻ 2 ഭാഗം തിരിച്ചു മറിച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ 2 ഭാഗവും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ചിക്കൻ കോരി മാറ്റാം. ചിക്കൻ മുഴുവനും കോരി മാറ്റിയ ശേഷം ചിക്കൻ പൊരിച്ച അതേ എണ്ണയിൽ തന്നെ 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം. നല്ല ജീരകം നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതായി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴന്നു വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു സമയത്ത് സവാള പെട്ടെന്ന് തന്നെ വഴന്നു വരാൻ വേണ്ടി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയുടെ കളറൊക്കെ ചേഞ്ചായി ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴാണ് ഈ ഒരു മസാലക്ക് നല്ലോണം ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ഒരു തക്കാളി നല്ലോണം പേസ്റ്റാക്കി എടുത്തത് ചേർത്ത് കൊടുക്കുക. ഈ തക്കാളി ഒന്ന് കുക്കായി വരുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നന്നായിട്ട് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കനും മസാലയൊക്കെ നന്നായിട്ട് യോജിച്ച് വരുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഒരു മസാലയിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീമിന് പകരമായിട്ട് ഒരു 5-10 കാഷ്യൂ നല്ലോണം അരച്ച് പേസ്റ്റാക്കി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഈ ഒരു മസാലക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ വരെ മല്ലിയില കട്ട് ചെയ്തതും 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം.
ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി നന്നായിട്ട് കൈകൊണ്ട് ഞെരടി പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ ഒരു കസൂരി മേത്തി ചേർക്കുമ്പോഴാണ് ഈ ഒരു ചിക്കൻ തിക്ക മസാലക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുക. ഇപ്പം നമ്മുടെ ചിക്കൻ തിക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. അല്പം ഗ്രേവിയോട് കൂടെയുള്ള ഈ ഒരു ചിക്കൻ തിക്ക മസാല പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. അതേപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പം മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.